വിഷുവിൻ്റെ തലേന്ന് കണിയൊരുക്കാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകാനായിട്ടുള്ള ഒരുക്കമായി കാണുന്നത്. ഞാനും വിശ്വേട്ടനും യാദുട്ടനും കൂടെയാണ് പോകുന്നത്. കാറ് സർവീസിന് കൊടുത്തതുകൊണ്ട് സ്കൂട്ടിയാണ് ഇന്ന് ശരണം. വ്യക്തമായ പ്ലാനിങ്ങോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പ്ലാനിങ്ങൊക്കെ മാറ്റി. റോഡിൽ കിടന്നൊരു കണിക്കൊന്നയും കിട്ടി നേരെ സജോണിൻ്റെ വീട്ടിലേക്ക്. രാവിലെ സജോണനെ കണ്ടപ്പോൾ സജോണനെ പറഞ്ഞത് വീട്ടിൽ നമ്മൾ ആദ്യം കണിക്കൊന്ന വെച്ചാൽ പോവുകയാണ് ഗൈസ്. വിഷ്ണുചേട്ടന് ഞാൻ ഈ ഗൈസ് ഗൈസ് പറയുന്നതായിട്ട് ചിരി വരുന്നുണ്ട് ഗൈസ്. എന്നാലും ഞാൻ പറയും ഗൈസ്. എന്ത് ഗൈസ്, കണിക്കൊന്ന മരം. ഈ കണിക്കൊന്ന മരത്തിൽ നിന്നാണ് നമുക്ക് കണിക്കൊന്ന വിറ്റേണ്ടത്. കണിക്കൊന്ന പിച്ച് തീരാറായപ്പോഴാണ് വിഷ്ണുട്ടൻ പറയുന്നത് വീഡിയോ റെക്കോർഡായതവർ കയ്യിൽ നിന്ന് തോണ്ടി വിഷ്ണുട്ടനെ ഏൽപ്പിച്ച് ഞാൻ മാറിയിടുന്നു. ഇപ്പം നിങ്ങളീ കാണുന്നത് വേറൊന്നുമല്ല, എൻ്റെ അമ്മ യാദൂട്ടൻ്റെ കലാവിരുത. താഴെ വീണ കിടക്കുന്ന കലക്കിയെടുക്കാൻ തിരിഞ്ഞപ്പോൾ ഫോൺ അറിയാതെ അവൻ്റെ കയ്യിലൊന്ന് ഓർത്തു. ഇവനേതാ? അവൻ അവിടെ ചെന്നപ്പോൾ കൂട്ടിന് കിട്ടിയത്. പിന്നീട് ഇവന്മാരെ രണ്ടുപേരും കൂടിയായി വീഡിയോ എടുത്ത ചെരുപ്പെടുക്കുന്നു, കാലെടുക്കുന്നു, അവൻ്റെ വല്ലെടുക്കുന്നു, പിന്നെ അവൻ്റെ കാലെടുക്കുന്നു. ഞാൻ ഫോട്ടോ എടുക്കാം. യാതൊട്ടനെ കണ്ടോണം. നീ കളിക്ക്. കൈ നിറയെ കണിക്കൊന്നേ വാങ്ങും. ഇത് യാദൂട്ടൻ്റെ പതിവ് കരച്ചില. ഞങ്ങൾ അധികം മൈൻഡ് ചെയ്യാറില്ല. കടയിൽ കാണുന്ന കളിപ്പാട്ടത്തിന് വേണ്ടിയുള്ള നിർബന്ധം ഇത്. അവിടെ നേരെ റിലയൻസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട്. കുപ്പി എൻ്റെ വീക്ക്നെസ്. അവിടെ ചെന്ന് ഓരോ കുപ്പിയും പുറക്കിടക്കുന്നതിന് മിസ്റ്ററിനെ കണ്ണടച്ച് കാണിച്ചു. മേടിച്ച് തരത്തില്ല എന്നുള്ള മട്ടി. പിന്നെ ഒന്നും നോക്കില്ല. അതിന് പകരം ഒരു ഫേസ് വാഷ് എടുത്ത് കൊട്ടയിലിട്ടു. പിന്നെ അതിൻ്റെ നേരം പറയണ്ടല്ലോ, ഇതാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ പേരിലാണ് കളിപ്പട്ടം കിട്ടിയത്. ചേട്ടാ ഒരു മഴ പൂ.